പിടിക്കല്ലേ ചുമ്മാ അടച്ച് പിടിക്കാണ്ടാന്ന് ചുമ്മാ വയ്ക്കാതെന്ന് ഒരു കാര്യം കേൾക്കണ്ടാവൂ ഇവിടെ ഒരു കാര്യം കേൾക്കാൻ വേണം അവിടെ പിടിക്കാൻ വേണ്ട. ഇത് കൊല്ലം ജില്ലയിലെ അഴീക്കൽ സുനാമി ദുരിതാശ്വാസ ക്യാമ്പ്. സുനാമി അവശേഷിപ്പിച്ച ജീവിതങ്ങളെ തേടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അവിടെ പിടിക്കുന്നവര് ചുമ്മാ മാറുന്നില്ലേ അവിടെ കൊച്ചുകുഞ്ഞുങ്ങൾ അങ്ങോട്ട് കിടന്നവരുടെ ഇവരുടെ പിടിക്കുക. ഇവിടെ എന്താ സുനാമിക്ക് മുതലെടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് പഠിച്ചു പോയിക്കാൻ മുതലുണ്ടാക്കാം. ഞങ്ങളുടെ ആളുകൾക്ക് അറിയാവുന്ന ഒരൊറ്റ തൊഴിലാണ് മത്സ്യം പിടിക്കാൻ പോകുന്ന തൊഴിൽ. അത് കടലിൽ മത്സ്യമില്ല. ഞങ്ങൾ കടന്ന് ഒരുപാട് ദുരിതം അനുഭവിക്കുന്നു. ഇവിടെ ചൂടുണ്ട്, ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ എല്ലാം ഞങ്ങൾ അനുഭവിക്കുന്നു. സാമ്പത്തികം ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല. ഇതെല്ലാമായിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നാലേ ഞങ്ങൾ താമസം മാറ്റണം. ഇതൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളിവിടെ കിടക്കുകയാണ്. അഴീക്കൽ 4-ാം വാർഡിലുള്ളവരെ ഇവിടെ ഇട്ടുവെച്ച് മരണപ്പെട്ടവർ പോട്ടെന്നും പറഞ്ഞുകൊണ്ട് കുറെ മരണപ്പെട്ടവരെ വിട്ട് സ്കൂളിൽ പോകുന്നില്ല. ഇവിടെ രോഗമായിട്ട് കിടക്കുന്നു. ദേഹം മൊത്തം ചൊറച്ചില്, ചൂട്. കൊച്ചിനിപ്പോ ഇവിടെ വന്നതിന് ശേഷം പല അസുഖങ്ങളുണ്ടായി. ഞങ്ങളിവിടെ താലൂക്ക് ഞാൻ ചെന്ന് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ പിന്നെ അവിടെ ചെന്ന് കാല് പിടിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വീട് തരാമെന്ന്. ഇപ്പോഴും മരണപ്പെട്ടവർക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ റോഡിന്റെ പണി അടച്ച് ഞങ്ങളെ കളക്ടർ സാറ് പറഞ്ഞ് പിന്നെ മന്ത്രി സാറ് പറഞ്ഞ് പോയി റോഡിന്റെ പണി അടച്ച് ഒരു കൊട്ടിൽ വെച്ച് താമസിക്കരുതെന്ന്. പിന്നെ ഇത്രയും നാളായിട്ട് 1.5 വർഷമായിട്ട് ഞങ്ങളെ ഇവിടുന്ന് താമസം മാറ്റിയില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടെ കിടന്ന് രോഗം പിടിപെട്ട് രോഗം കഴിയുന്നില്ല. ഞങ്ങൾക്ക് പിന്നെ ആശുപത്രി പോകാൻ കാശില്ല. സുനാമി വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ദുരന്തം ബാക്കി വെച്ച ദുഃഖങ്ങളെ കടന്ന് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇവരിപ്പോൾ. അന്ന് അലറിയടിച്ചു വന്ന കടലിലേക്ക് തന്നെ അന്നം തേടി തിരിച്ചു പോവാൻ അവർ തുടങ്ങിയിരിക്കുന്നു. എല്ലാം ശരിയായി എന്ന് ഭരണകൂടവും പുറം സമൂഹവും വിശ്വസിക്കുമ്പോഴും തീരദേശങ്ങളിൽ പുകയുന്ന ചില ജീവിതങ്ങളുണ്ട്. എല്ലാ ദുരന്തങ്ങളെയും പോലെ സുനാമിക്ക് ശേഷവും ഗവൺമെന്റും മറ്റ് സന്നദ്ധ സംഘടനകളും സഹായങ്ങളുമായി ഓടിയെത്തിയിരുന്നു. ഗവൺമെന്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പാളിച്ചകളെക്കുറിച്ചായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പിന്നീട് ചർച്ച ചെയ്തത്. അത് ശരിയോ തെറ്റോ ആകട്ടെ, അവർക്ക് വേണ്ടത് അതുതന്നെയാണോ എന്നതാണ് യഥാർത്ഥ പ്രശ്നം. ഇത് കുഴിത്തുറ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. സുനാമിയെ നേരിട്ട് കണ്ട ഇവിടുത്തെ കുട്ടികൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതൊന്നുമായിരുന്നില്ല വേണ്ടിയിരുന്നതെന്ന് ഇവർക്കറിയാം. മരിച്ചയാളുടെ വിലയായിട്ടാണ് ഈ കാശ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കാശ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനും മതി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം മറന്നിരിക്കുക, കാര്യങ്ങളെല്ലാം മറന്നു. ഇപ്പോൾ ഒരുപാട് കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെയും ഒരു യുനെസ്കോയുടെയും സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ ഒരു
പെൺകുട്ടികൾക്കും അവരുടെ അമ്മമാർക്കുമായിട്ടൊരു കൗൺസിലിംഗ് നടന്നായിരുന്നു. അത് വളരെ ഇഫക്റ്റീവ് ആണെന്നാണ് അതിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വെറുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. വെറുക്കുന്നതല്ല, എന്നെ കൂടുതലും അങ്ങ് എല്ലാവരും നഷ്ടപ്പെടുക. പണ്ടായിരത്തിൽ തന്നെ ഉണ്ടായിരുന്നത് എന്നെ ഏറ്റവും ഇഷ്ടമുള്ളവരൊക്കെയായിരുന്നു. ആരൊക്കെ മരിച്ചു സുനാമിക്ക് വയ്യാതെ. പഠനം ഇപ്പം അല്പം കുറഞ്ഞതായിട്ടാണ് തോന്നുന്നത്. നേരത്തെ ഉള്ള അത്ര നിലവാരം ഇപ്പം ഇല്ല ശരിക്കും. അങ്ങനെ പുസ്തകം എടുക്കുമ്പോൾ ഏതാണ്ട് തോന്നുന്നില്ല നല്ലപോലെ പഠിക്കാൻ. വിഷമം. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു അനു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവൻ രാത്രി ഇറങ്ങി ഓടും, സുനാമി ദോ വരുന്നതെന്ന് പറഞ്ഞ്. ആ അവസ്ഥയായിരുന്നു അവൻ്റെത്. മറ്റൊരു കുട്ടി അങ്ങ് മൗനം, അവള് ഒന്നും മിണ്ടൂല. അങ്ങനെ ഓരോ കുട്ടികൾക്ക് ഓരോ പ്രശ്നങ്ങളാണ്. എൻ്റെ 8 കുട്ടികൾ മരിച്ചായിരുന്നു. 9 കുട്ടികളുടെ അച്ഛനോ അമ്മയോ മരിച്ചായിരുന്നു. ശരിക്കും സംഘടനകളാണ് ശരിക്കും രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ നടത്തുന്നത്. എല്ലാ സംഘടനകളും, മിക്കവാറും എല്ലാ സംഘടനകളും നല്ല രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അവർക്ക് ഇപ്പം തൽക്കാലം നമ്മൾ ഈ വസ്ത്രവും ആഹാരവും പഠന ഉപകരണങ്ങളും എല്ലാം കൊടുക്കുന്നു. പക്ഷെ അതൊരു യന്ത്രത്തിന്റെ കയ്യിൽ കൊടുക്കും പോലെയാണ്. രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അതിനായില്ല എന്നത് ഈ കുട്ടികളുടെ സുരക്ഷിതത്വ ബോധത്തെയാണ് ബാധിച്ചത്. പോലീസുകാരെ അറിഞ്ഞുള്ളൂ, ഈ തീരദേശത്താരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അവര് പിന്നെ ഇങ്ങനെ വെള്ളം കയറി വരുന്ന സമയത്ത് അവര് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവര് അപ്പം തന്നെ വണ്ടി വിട്ട് അവരങ്ങ് പോയി. അവര് നേരത്തെ കുട്ടി അറിയിച്ചായിരുന്നെങ്കിൽ ഇത്രയും മരണമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. അത് കാരണം കൂടുതലും മരണം ഇപ്പൊ ഈ കടലാക്രമണത്തിൽ കൂടെ ഉണ്ടായി. അങ്ങനെ നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്രയും മരണങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നത് അറിയാനുള്ള ഒത്തിരി മാർഗങ്ങൾ ഉണ്ടായിട്ട് കൂടി ഇവിടെ ഈ തീരദേശത്ത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്നും ഇത് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല. ഞങ്ങൾക്ക് ഈ ദുരന്തത്തിൽ കൂടുതലും കടലുമായിട്ട് തൊട്ടടുത്ത് താമസിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്കാണ് കൂടുതലും നാശനഷ്ടങ്ങൾ വന്നത്. സർക്കാരിൻ്റെ മുമ്പിൽ എപ്പോഴും ഒരുമാതിരി താഴ്ന്ന ആൾക്കാരായിട്ടാണ് ഇപ്പോഴും ഞങ്ങളെ കാണുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ ഞങ്ങളെ അറിയിക്കാഞ്ഞത്. ഗ്രാമത്തിന് മരണമെന്തം നേരമായി മണി മുഴങ്ങി. കനകം കോരുന്ന കറുത്ത മക്കൾ മരണത്തേരിനായി കാത്തിരിപ്പൂ. ചൊല്ലാതെ എന്നെ നീയാഴി തൻ കൈകളിലാക്കി പിരിഞ്ഞുവോ. ഞങ്ങൾ സുരക്ഷിതരാണെന്ന് ഇവർക്ക് ബോധ്യമാകാത്തിടത്തോളം കാലം ഒരു വികസന പ്രവർത്തനങ്ങൾക്കും അർത്ഥമുണ്ടാകില്ല. ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റും പൂർണ്ണമാവില്ല. അതുകൊണ്ടാണ് ഈ തീരദേശ ഗ്രാമങ്ങളുടെ ഉള്ള് ഇപ്പോഴും നമ്മൾ അറിയാതെ വിങ്ങുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ വരെ അന്നം കൊടുത്ത കടലമ്മയെ അവർ ഭയപ്പെടുന്നത്.